നമസ്കാരം. ഒരു വീട്ടിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് അടുക്കള. കാരണം അടുക്കളയിൽ ദൈവിക സാന്നിധ്യമാണ് ഉള്ളത്. മഹാലക്ഷ്മി സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതായ ഒരിടം കൂടിയാണ് അടുക്കള. അതിനാൽ അടുക്കളയ്ക്ക് എപ്പോഴും വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ്. കാരണം ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിക്കുവാൻ അടുക്കള ശരിയായ രീതിയിൽ പരിപാലിക്കേണ്ടതായിട്ടുണ്ട്. ശുദ്ധിയോടെ തന്നെ അടുക്കള മുന്നോട്ട് കൊണ്ടുപോവുക. എന്നാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകുന്നതാണ്. ഈ ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാം. ആ വീടുകളിൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അടുക്കളയുമായി ബന്ധപ്പെട്ട് കാണുന്നതായ ശുഭലക്ഷണങ്ങളെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട ശുഭകരമായ സൂചനകളെക്കുറിച്ചും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഒരു വീട്ടിലെ അടുക്കളയിൽ എപ്പോഴും പ്രകാശം അനുഭവപ്പെടുന്നു എന്നതാണ്. അടുക്കളയിൽ പ്രത്യേകമായ ഒരു ചൈതന്യം, പ്രകാശം എപ്പോഴും അനുഭവപ്പെടുന്നു എങ്കിൽ അത് ഈശ്വരാധീനത്തെയാണ് സൂചിപ്പിക്കുന്നത്. പോസിറ്റീവായ ഊർജത്താൽ സംഭവിക്കുന്നതായ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അടുക്കള ഇപ്രകാരമാണ് എങ്കിൽ, പ്രകാശപൂരിതമാണ് എങ്കിൽ, ലൈറ്റ് ഇടാതെ തന്നെ നിങ്ങൾക്ക് ധാരാളം വെളിച്ചം അടുക്കളയിൽ പ്രകടമാകുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചൈതന്യം പ്രകടമാകുന്നു എങ്കിൽ ശുഭകരമായ ഒരു ലക്ഷണമാണ്. കൂടാതെ ആ അടുക്കളയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടാകും. അരി, ഉപ്പ്, മഞ്ഞൾ, കടുക് ഇത്തരത്തിൽ പല വസ്തുക്കളും നിറഞ്ഞിരിക്കുന്നതാണ്. അല്പം കുറയുമ്പോഴേക്കും അവ നിറച്ചു വയ്ക്കുവാൻ സാധിക്കുന്നു. അതിനുള്ള സാഹചര്യം ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. അടുക്കളയിൽ ഒരു കാര്യത്തിനും പഞ്ഞമുണ്ടാകില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം എല്ലാ വസ്തുക്കളും കൃത്യമായി തന്നെ അടുക്കളയിൽ ശേഖരിച്ച് വയ്ക്കുവാൻ സാധിക്കുന്നു. അഥവാ നിങ്ങൾക്ക് ഇത്തരത്തിൽ നിറച്ചു വയ്ക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം. ചില വീടുകളുടെ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആ അടുക്കളയിൽ അധികം നേരം നിൽക്കുവാൻ തോന്നുന്നതല്ല. അത് ആ വീട്ടിലെ വ്യക്തികൾക്ക്, അംഗങ്ങൾക്കാണ് എങ്കിൽ പോലും അടുക്കളയിൽ അധികം നേരം നിൽക്കുവാൻ സാധിക്കണം എന്നില്ല. അല്ലെങ്കിൽ അടുക്കളയിൽ കയറുമ്പോൾ തന്നെ അസ്വസ്ഥത പലർക്കും അനുഭവപ്പെടുന്നതാകുന്നു. എന്നാൽ അടുക്കളയിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥത അനുഭവപ്പെടുന്നു, മനസ്സിന് ശാന്തി അനുഭവപ്പെടുന്നതായ സാഹചര്യം വന്നു ചേരുകയാണ് എങ്കിൽ, അഥവാ മനസ്സിന് ശാന്തത അനുഭവപ്പെടുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. ആ അടുക്കളയിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നു. ഇത് മറ്റുള്ളവരും നിങ്ങളോട് പറയുന്നതാണ്. കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ ആകണം എന്നില്ല. മറ്റ് വ്യക്തികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുമ്പോഴും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷം തന്നെയാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ദിവസങ്ങൾ ഉണ്ടാകാം. ദേവതകൾക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങളും ഉണ്ടാകുന്നതാണ്. ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ അവിചാരിതമായി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആ വീടുകളിൽ പാല് തിളച്ചു പോകുന്നു എങ്കിൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ്. എന്നാൽ നിത്യവും തിളച്ചു പോവുകയാണ് എങ്കിൽ അത് ശുഭകരവുമല്ല, അത് ദോഷകരമാണ്. എന്നാൽ നിത്യവുമല്ലാതെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷവും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന വീടുകളിലാണ് ഇപ്രകാരം സംഭവിക്കുക എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. അടുക്കളയുടെ കിഴക്ക് വശത്ത് അല്ലെങ്കിൽ കിഴക്ക് വശത്തെ ജനലിന് സമീപം കാക്ക
നിത്യവും വരുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. കിഴക്ക് വശത്ത് വരികയും കാക്ക നിങ്ങൾ നൽകുന്നതായ ആഹാരം സ്വീകരിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ്. കാക്ക ഇപ്രകാരം നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ പിതൃ കുലദേവത പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതിനാൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്നും അതിന് തയ്യാറാവുക എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. മനസ്സിന് സന്തോഷം വന്നു ചേരാം. ചില അപകടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് തലനാരിഴയ്ക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ പല അപകടകരമായ കാര്യങ്ങൾ, ചതി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുക. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, തൊഴിൽപരമായ അനുകൂലമായ കാര്യങ്ങൾ, ശുഭവാർത്തകൾ, ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. നിങ്ങൾക്ക് നിത്യവും മധുരം തയ്യാറാക്കുവാൻ തോന്നുന്നു, അല്ലെങ്കിൽ ചില ദിവസങ്ങളെങ്കിലും ഇപ്രകാരം മധുരം തയ്യാറാക്കുവാൻ തോന്നുന്നു, മനസ്സിൽ അത്തരത്തിലൊരു ചിന്ത വരുന്നു എങ്കിൽ അത് ശുഭകരമാണ്. പല ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നു, തടസ്സങ്ങൾ കൂടാതെ ചെയ്യുവാൻ സാധിക്കുന്നു എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ആഹാരം കൃത്യമായി ഉണ്ടാക്കുകയും അതൊരു പിടി കൂടുതൽ അരിയിട്ടാൽ അത് കഴിക്കാൻ ആ ദിവസം ആരെങ്കിലും വരികയും ചെയ്യും, അഥവാ അതിഥികൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരത്തിൽ നിങ്ങൾ പാചകം ചെയ്യുന്നതായ ആഹാരം ഒരിക്കലും ബാക്കിയാവില്ല എന്നതാണ് വാസ്തവം. ആ കുടുംബത്തിലെ അംഗങ്ങൾക്കേവർക്കും ആ ആഹാരം തികയുന്നു എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. ഇപ്രകാരം അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് സംഭവിക്കുക. അത് നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വര ചൈതന്യം നിങ്ങളുടെ വീടുകളിൽ കുടികൊള്ളുന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ തയ്യാറാക്കുന്നതായ ആഹാരം കൃത്യമായിരിക്കും എന്ന് മാത്രമല്ല, ആഹാരം രുചികരമായിരിക്കും. ആഹാരത്തിന് യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കില്ല എന്നതാണ് വാസ്തവം. ആഹാരം എപ്പോഴും കൃത്യമായിരിക്കും. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. കൂടാതെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആഹാരം പാചകം ചെയ്യുമ്പോൾ ഉപ്പോ മുളകോ കൂടുകയോ കുറയുകയോ ഇല്ല. കൃത്യമായിരിക്കും പാചകം എന്നതാണ് വാസ്തവം. മറ്റുള്ളവർക്ക് പോലും അത്ഭുതം തോന്നാം, ഒപ്പമുള്ളവർക്ക് പോലും അത്ഭുതം തോന്നാം. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നതും ആ വീടുകളിൽ ഈശ്വര കടാക്ഷം ഉള്ളതിനാൽ തന്നെയാണ് എന്നും നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിനാൽ അഥവാ നിലനിർത്തുവാൻ സാധിക്കുന്നതിനാൽ കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. സ്ത്രീകൾ, കുട്ടികൾ കൂടുതൽ നേരം അടുക്കളയിൽ ചെലവഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നു എങ്കിൽ അതും ശുഭകരമാണ്. പുരുഷന്മാർ പോലും കൂടുതൽ സമയം അടുക്കളയിൽ ചെലവഴിക്കുവാൻ താല്പര്യപ്പെടുന്നവരായി മാറും. ഇപ്രകാരം നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു സൂചനയാണ്. ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന പഴങ്ങൾ, പച്ചക്കറികൾ അധികകാലം കേടാകാതെ ഇരിക്കുന്നു എങ്കിൽ അതും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാണ്. ഈശ്വരാധീനം നിങ്ങളുടെ വീടുകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ശുഭകരമായ സൂചന തന്നെയാണ്. തീർച്ചയായും ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങൾ എല്ലാം തന്നെ ഏറ്റവും വിശേഷപ്പെട്ട തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാധീനം, ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. തീർച്ചയായും ഇഷ്ടദേവതയുടെയും കുടുംബദേവതയുടെയും പിതൃപ്രീതിയും ആ വീടുകളിലുണ്ട് എന്ന് തന്നെ നിസ്സംശയം പറയാം.